കണ്ണൂർ ജില്ലയെ സമ്പൂർണ്ണ വായനശാല ജില്ലയാക്കാൻ പീപ്പിൾസ് മിഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന തീവ്രയജ്ഞ പരിപാടിയായ വിഷുക്കണിയുടെ ഭാഗമായി നാറാത്ത് പഞ്ചായത്തിന്റെ സമ്പൂർണ്ണ വായനശാല പ്രഖ്യാപനം കണ്ണാടിപ്പറമ്പ് ദേശസേവാ സ്കൂളിൽ നടന്നു. സംഗീതജ്ഞനും സംഗീത സംവിധായകനുമായ രമേശ് നാരായണൻ വിഷുക്കണിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഞാൻ പണ്ട് എൻ്റെ 16 വയസ്സുള്ളപ്പോഴും ഞാൻ ശിവദാസിയുടെ പറഞ്ഞിരുന്നു. 16 വയസ്സുള്ളപ്പോഴും എനിക്കൊന്ന് അജയ് സാറിനും അറിയാം. ഗിറ്റാർ എടുത്ത് പോകുന്ന സമയത്ത് എവിടെയാണ് പോണത്? അല്ല, എനിക്കവിടെ വായനശാലയുടെ വാർഷികമുണ്ട്. നിങ്ങൾക്കറിയാം, എല്ലാവർക്കും അറിയാം, വായനശാലയുടെ വാർഷികത്തിന് പരിപാടിക്ക് വായിക്കാൻ പോകണം. ഗിറ്റാർ എടുത്തിട്ട് പാട്ട് പാടാൻ, ഡാൻസ് പ്രോഗ്രാം. ഇത് ഒരു സ്ഥലത്ത് മാത്രമല്ല, പാനൂർ ഭാഗങ്ങളിൽ പോകുമ്പോഴും അവിടെ നിറച്ചു വായനശാലകളാണ്. അപ്പൊ ഇതിലൊക്കെ ഈ വായനശാലകൾ നമ്മൾ മനസ്സിലാക്കുന്നത് ശരിക്കും ഇത് നമ്മുടെ കൾച്ചറിന്റെ ഭാഗമാണ്. അത് വലിയൊരു സംസ്കാരമാണ് നമ്മളിൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. വലിയ സംസ്കാരമാണ്. റീഡിങ് ആണ് ഏറ്റവും വലുതായിട്ട് വേണ്ടത്. പക്ഷെ ഇന്നത്തെ കുട്ടികൾ വായിക്കുന്നില്ലെന്ന് പറയുന്നതിൽ എനിക്ക് പറയാൻ പറ്റില്ല. അവർ വായിക്കുന്നുണ്ട്. അവരെ പറ്റി ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. അവർ മൊബൈൽ നോക്കി നിൽക്കുന്നു എന്ന് പറയുന്നതല്ലേ, അത് അവർ വായിക്കുകയാണ് ചെയ്യുന്നത്. പുസ്തകം വായിക്കുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ പലവരും. പക്ഷേ എൻ്റെ മകളും ഇപ്പോഴും കുറച്ച് മുന്നെയാണ് വായനശാലയിൽ നിന്ന് പുസ്തകം എടുത്തിട്ട് അവൾ റീഡ് ചെയ്യുന്നുണ്ട്. നോവൽസ്, ഇംഗ്ലീഷ് നോവൽസ്, മലയാളവും അതും. അപ്പൊ കുട്ടികളിൽ ഒരു വിഭാഗം അവര് അറിയുന്നുണ്ട്. പക്ഷേ ഈ ഒരു ഉദ്യമം, ഈ ഒരു ഏറ്റവും കൂടുതൽ എൻ്റെ അടുത്ത് ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്കിപ്പോൾ സുധാജി പറഞ്ഞത്, ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വായനശാലകളുള്ള സ്റ്റേറ്റാണോ ഡിസ്ട്രിക്റ്റ്? സ്റ്റേറ്റ് കേരളമാണ്. അതിൽ യാതൊരു സംശയമില്ല, വേറെ എവിടെയില്ല. അപ്പം അത്രയും നമ്മൾ എന്തുകൊണ്ടാണ് നമ്മൾക്ക് ആലോചനയും, നമ്മളെ മലയാളികൾ എവിടെ പോയി കഴിഞ്ഞാലും അവര് മറ്റുള്ളവരിൽ നിന്നും എന്തായാലും 2 വാക്ക് കൂടുതൽ സംസ്കാരിക്കാനുള്ള കഴിവ്, ആ ബോധം അവർക്കുണ്ട്. ഏത് രീതിയിലായി കഴിഞ്ഞാൽ. നാറാത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് കെ രമേശൻ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ ശിവദാസൻ MP ആമുഖ പ്രഭാഷണം നടത്തി. കഥയുടെ കുലപതി എന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്ന പപ്പേട്ടൻ ഉപദേശക സമിതി ചെയർമാനായിക്കൊണ്ട് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി, ജാതി മത ചിന്തകൾക്ക് അതീതമായി എല്ലാവരെയും കോർത്തിണക്കിക്കൊണ്ട് നമ്മളൊരു മൂവ്മെന്റ്, പീപ്പിൾസ് മിഷൻ ഫോർ സോഷ്യൽ ഡെവലപ്മെന്റ്, പീപ്പിൾസ് മിഷൻ നമ്മൾ രൂപപ്പെടുത്തി. ആ രൂപപ്പെടുത്തിയ പീപ്പിൾസ് മിഷൻ ലൈബ്രറി കൗൺസിലിൻ്റെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും എല്ലാം നേതൃത്വപരമായിട്ടുള്ള ഇടപെടലുകളിലൂടെ കൂടുതൽ വികസിതമായി. NSSന്റെ വിദ്യാർത്ഥികൾ, SPCയുടെ വിദ്യാർത്ഥികൾ, അതിനൊപ്പം കുടുംബശ്രീയുടെ പ്രവർത്തകന്മാർ, സാക്ഷരതാ മിഷന്റെ പ്രവർത്തകന്മാർ, SSKയുടെ ഭാഗമായിട്ടുള്ള സംവിധാനങ്ങൾ എല്ലാം ചേർന്ന് വിപുലമായൊരു മൂവ്മെന്റായി മാറുകയും അതിന് പിന്തുണയുമായി ജീവിതത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ആളുകൾ എത്തിച്ചേരുകയുണ്ടായി. കൂടാളിയിൽ ഈ കഴിഞ്ഞ ദിവസം ഇന്ത്യയിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ രംഗത്തെ ഒരു പേരായിട്ടുള്ള കനിമൊഴി, വിഷുക്കണി എന്ന പേരിലുള്ള നമ്മുടെ ഈ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു. വിഷുക്കണി ഒരു തീവ്രയജ്ഞ പരിപാടിയാണ്. എല്ലാ വാർഡിലും വായനശാല സ്ഥാപിക്കാനുള്ള തീവ്രയജ്ഞ പരിപാടി. വായനശാല എല്ലാ വാർഡിലും എന്ന മുദ്രാവാക്യം നമ്മൾ വെച്ചപ്പോൾ ചിലരെങ്കിലും ചോദിച്ചു, എല്ലാ വാർഡിലും ലൈബ്രറി എന്ന് പറഞ്ഞുകൂടി, എന്തുകൊണ്ടാണ് എല്ലാ വാർഡിലും വായനശാല എന്ന് പറയുന്നത്? വായനശാല എന്ന് പറയുമ്പോൾ കുറച്ച് കനം കുറവല്ലേ എന്ന് ആളുകൾക്ക് തോന്നിപ്പോവാണ്. വായനശാല എന്നുള്ള പദം ലൈബ്രറി എന്ന പദം നൽകാത്ത ചില അർത്ഥതലങ്ങൾ നമുക്ക് സമ്മാനിക്കുന്നുണ്ട്. കാരണം വായനശാല എന്ന പദം നിത്യജീവിതവുമായി അത്രമേൽ ഇഴുകിച്ചേർന്നിട്ടുള്ള ഒരു പദമാണ്. കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ നിതിൻ രാജ് IPS, കേരള ഫോക്ലോർ അക്കാദമി സെക്രട്ടറി AV അജയ്കുമാർ, ജില്ലാ ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി PK വിജയൻ, താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി M ബാലൻ മാസ്റ്റർ തുടങ്ങിയവർ മുഖ്യാതിഥികളായി ചടങ്ങിൽ പങ്കെടുത്തു. എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.